അങ്ങനെ ആരെയും ബോധിപ്പിക്കേണ്ടതില്ല എന്നൊരു തോന്നൽ കൂടി ഉണ്ടാകുമോ ഇതിന് പിന്നിൽ? സാധാരണഗതിയിൽ ഒരു പാർട്ടി കുടുംബമാണ്, ഞങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ഉണ്ടാകില്ല എന്നൊരു അമിത ആത്മവിശ്വാസം ഇതിലുണ്ടായിട്ടുണ്ടോ? പത്തനംതിട്ട ജില്ലാ ഘടകമൊക്കെ വലിയ ശക്തമായി ആ കുടുംബത്തിനൊപ്പം നിൽക്കുകയും ഒരുപക്ഷെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവുമായി കലഹിക്കുകയും വരെ ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ. ഈ ഇതിലിനി കോടതിയിൽ നിന്ന് CBI അന്വേഷണം എന്നുള്ളൊരു തീരുമാനം വന്നാൽ സർക്കാർ അതിനെയും എതിർക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? കോടതിയിൽ നിന്ന് CBI അന്വേഷണം വന്നാൽ പിന്നീട് അപ്പീൽ പോവുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം പൊതുവികാരം ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടിന് എതിരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പത്തനംതിട്ട ജില്ലാ ഘടകം ഇങ്ങനെ സർക്കാരിൻ്റെ ഒരു തീരുമാനം വന്നാൽ അതിൽ പ്രതിഷേധം ഒന്നും രേഖപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് സർക്കാർ തീരുമാനം വരുന്നതിന് ഒരു ദിവസം മുന്നോടിയായിട്ട് സംസ്ഥാന സെക്രട്ടറി CBI അന്വേഷണത്തിനെതിരാണ് പാർട്ടിയുടെ നിലപാട് എന്ന് പ്രഖ്യാപിച്ചത്. അത് അവിടെയുള്ള ബാക്കി പാർട്ടി സഹാക്കളുടെ എല്ലാം വായ് മൂടിക്കെട്ടാൻ വേണ്ടി മുൻകൂർ ചെയ്ത പരിപാടിയാണ്. നമ്മൾ ഈ വിഷയം പരിഗണിക്കുമ്പം നമ്മൾ 2021 തോന്നുന്നു സോളാർ കേസോ മറ്റോ CBIക്ക് വിട്ടുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു ബൈറ്റുണ്ട്. എൻ്റെ ഒരു അഭ്യർത്ഥന നിങ്ങളതൊന്ന് കേൾപ്പിക്കണമെന്നാണ്. ഇവിടുത്തെ അന്വേഷണം ഇരയുടെ ആവശ്യമാണ്, അവർക്ക് പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല, അതുകൊണ്ട് ഇരയുടെ ആവശ്യം പരിഗണിച്ച് ഞാനതിൽ തീരുമാനമെടുത്തിരിക്കുന്നു CBI അന്വേഷണത്തിന് എന്നുള്ളതാണ് മുഖ്യമന്ത്രി എടുത്ത തീരുമാനം. അതെ, അപ്പോൾ ഇവിടുത്തെ അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്ന് ഭരണകൂടത്തിന് ബോധ്യമുണ്ടെങ്കിൽ പോലും ഇരയുടെ ആവശ്യം അങ്ങനെ ആയതുകൊണ്ട് ഞാനത് അനുവദിച്ചു കൊടുക്കുന്നു എന്നും അതല്ലാതെ വേറെ ഗത്യന്തരമില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മാനദണ്ഡം വെച്ചിട്ട് ഈ കേസ് അദ്ദേഹം എന്തുകൊണ്ടാണ് CBIക്ക് വിടുന്നതിനെതിരെ നിൽക്കുന്നത്? ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന കാര്യമല്ല. ഇവിടെ മരണപ്പെട്ട ഒരാൾ, നമ്മൾ ഇത് വാദത്തിന് വേണ്ടി ഇത് ആത്മഹത്യയാണെന്ന് തന്നെ വെക്കുക. ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്ന ആൾക്കാകപ്പാടെയുള്ള ന്യായം അഴിമതിക്കെതിരായിട്ടുള്ള സതുദ്ദേശപരമായ നീക്കമാണ് അവർ നടത്തിയത് എന്നുള്ളത് മാത്രമാണ്. അവരുടെ മാത്രം പൊസിഷനല്ല അത്, പാർട്ടി കണ്ണൂർ ഘടകത്തിൻ്റെയും പൊസിഷൻ അതാണ്. അപ്പോൾ ഈ CPMൽ ഇങ്ങനെ നമ്മൾ കാണാത്ത രീതിയിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു. അതും പോകട്ടെ. ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രശാന്തന് പല ഒപ്പുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. പ്രശാന്തൻ്റെ ഒരു ഒപ്പിടുന്നത് പ്രശാന്തനല്ല, തിരുവനന്തപുരത്തിരുന്നു കൊണ്ടാണ് ആ ഒപ്പിടുന്നത്. ആ ഒപ്പിട്ടത് പാർട്ടിയുടെ പ്രധാന കേന്ദ്രത്തിലാണെന്ന് ഒരു പ്രധാനപ്പെട്ട പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതുവരെ ഒരു വികാരപ്രകടനവും അതിനെതിരായിട്ട് നമ്മൾ കണ്ടില്ല. ഇങ്ങനെയല്ല സാധാരണ വാർത്ത വന്നാൽ അതിനോട് പ്രതികരിക്കുക. മാതൃഭൂമിയിൽ വാർത്ത വന്നു, ഒരു പ്രതികരണവും കണ്ടില്ല. എന്ന് മാത്രമല്ല, ഇത് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്, വാട്സപ്പിൽ അയച്ച ഈ മെസ്സേജ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളുടെ അടുത്താണ്. പ്രശാന്തൻ അവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് KK രാഗേഷിനാണ് ഇത് കിട്ടിയതെന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോണിലുണ്ടല്ലോ ഇത് ആരാ അയച്ചതെന്ന് നമുക്കറിയാമല്ലോ. ഏതാണ് ഈ പ്രശാന്തൻ, രണ്ടാം പ്രശാന്തൻ ഏതാണെന്ന് നമുക്കറിയാമല്ലോ. ഇത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് CBI അന്വേഷണത്തെ എതിർക്കുന്നത്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. മാത്രമല്ല, ഇത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ അവിടെ നടന്ന ഒരു പ്രസംഗത്തിൽ മാത്രം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ PP ദിവ്യയുടെ, കളക്ടറുടെ, പ്രശാന്തന്റെ ഒക്കെ ഫോൺ വിവരങ്ങൾ അത് ശേഖരിക്കുന്നത് സ്വകാര്യതയുടെ തടസ്സമാകും എന്നുണ്ടെങ്കിൽ അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, മാതൃഭൂമിയുടെ കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ടർ ഫെലിക്സ് എലത്തൂർ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഫോൺ ദിവസങ്ങളാണ് പിടിച്ചുവെച്ചത്. സ്വകാര്യത എന്ന് പറയുന്നത് അധികാരത്തിലിരിക്കുന്നവരുടെ പ്രിയപ്പെട്ടവർക്ക് മാത്രമുള്ളതാണോ? അതുതന്നെയാണ് ഇവിടെ എല്ലാവരുടെയും ഫോൺ കോളിനുള്ള സ്വകാര്യത ഉണ്ടല്ലോ. അന്നത്തെ ആ വിഷയത്തിൽ ഈ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോവാണ് ഇത്, എന്നിട്ട് കൈവശം വെക്കുകയാണ്. ഇത് ഇവിടെ ഉള്ള എല്ലാവരുടെയും കാര്യത്തിൽ പോലീസ് സ്വീകരിക്കുന്ന നയസമീപനം ഇത് തന്നെയാണ്. നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇടിച്ചിട്ട് പോയ ഒരു വാഹനം കണ്ടുപിടിച്ച കാര്യം നിങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വാഹനം കണ്ടെത്തി, നല്ല കാര്യം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ, പോലീസ് പറയുന്നത് 50,000-ലധികം വാഹനങ്ങളും 19,000-ലധികം ഫോൺ കോളുകളും സെർച്ച് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ പ്രതിയല്ലാത്ത ഏതാണ്ട് 19,000-ഓളം പേരുടെ ഫോൺ കോളുകൾ പരിശോധിച്ചിട്ടാണ് പോലീസ് ഇതിൽ കണ്ടെത്തുന്നത് എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ PV അൻവർ പറഞ്ഞത് കഥയൊന്നുമല്ല. ഇത് ഏത് വകുപ്പിലാണ് ഈ അന്വേഷിക്കുന്നത്?
കണ്ടെത്താനുള്ള ശ്രമത്തെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അന്ന് ആ പരിസരത്തൂടെ പോയ എല്ലാവരുടെയും ഫോൺ കോളുകൾ ഇവർ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എന്താണ് ഈ വിഷയത്തിൽ മാത്രം പരിശോധിക്കാൻ വയ്യാത്തത്? മാധു, ഇതിനെ CBI അന്വേഷണത്തെ എതിർക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറയാം. ഈ അന്വേഷണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ ദിവ്യ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് കോടതിയുടെ പരിശോധനയൊക്കെ വെച്ച് അത് വളരെ റെയർലി ശിക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇത് അന്വേഷിച്ചാൽ അഴിമതിയുടെ വലിയൊരു കഥ പുറത്തു വരും. ഈ പമ്പിൻ്റെ പുറകിലുള്ള അഴിമതി, ആരാണ് അവിടുത്തെ പള്ളി അധികാരികളെ സമീപിച്ചത് പ്രശാന്തന് വേണ്ടി എന്നുള്ളതിൻ്റെ അഴിമതി, പ്രശാന്തൻ ആരുടെ ബിനാമിയാണെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ, ഇതിലിടപെട്ടവരുടെ കാര്യങ്ങൾ, ഈ കത്തയച്ചവർ, അവരുടെ ഇതിലെ താല്പര്യം, ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരും. ഇതിലുള്ള അസഹിഷ്ണുതയാണ് CPM-നെ ഇതിനെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ CPM-ന് ഈ മാസ് പൊളിറ്റിക്സിൽ ഇടപെടുന്ന ഈ പ്രമുഖ നേതാക്കന്മാർക്കെല്ലാം അറിയാം ഈ വിഷയത്തിൽ CBI അന്വേഷണത്തെ എതിർക്കുന്ന ഒരു പൊസിഷൻ എടുത്താൽ അത് ജനങ്ങളുടെ മുന്നിൽ അത് സംശയത്തിനിടയാക്കുമെന്നും അതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാണെന്നും ഇവർക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ മറയ്ക്കാനൊന്നുമില്ലെങ്കിൽ ഇവർ ഒരു കാരണവശാലും ഇതിനെ എതിർക്കില്ല. ഇതിനെ എതിർക്കുകയും കോടതിയിൽ എതിർക്കുക വഴി ഇവർ വിളിച്ചു പറയുന്നത് ഈ അഴിമതിയിൽ ഞങ്ങൾക്ക് പങ്കുണ്ട്, ഞങ്ങൾക്ക് തള്ളിപ്പറയാനാകാത്തവർക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ്. ഇത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാ മലയാളിക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് CBI അന്വേഷിക്കണം എന്ന് എനിക്ക് വളരെ ആഗ്രഹവുമുണ്ട്. സത്യത്തിൽ ഇത് ആത്മഹത്യയാണെങ്കിൽ അതിൻ്റെ പ്രേരണയിൽ ഇവർ ശിക്ഷിക്കപ്പെടുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. പക്ഷേ എങ്ങനെയാണ് ഇവിടുത്തെ ഭരണനിർവഹണം നടക്കുന്നത്, അതിൻ്റെ പേരിൽ ഈ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ബലിയാടാക്കപ്പെടുന്നത്? നവീൻ ബാബുവിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. അദ്ദേഹം ഈ പമ്പിന് NOC കൊടുക്കാൻ പാടില്ലായിരുന്നു. ആർക്കറിയാൻ വയ്യാത്തത്? എന്തിനാ ടൗൺ പ്ലാനറിനോട് അഭിപ്രായം ചോദിക്കുന്നത്? ടൗൺ പ്ലാനറിനോട് ചോദിക്കുന്ന ഭാവിയിൽ ആ വളവ് നൂർക്കപ്പെടുമോ എന്നറിയാനാണ്. ഭാവിയിൽ ആ വളവ് നൂർക്കപ്പെടുമെങ്കിൽ അതിന് NOC കൊടുക്കാമോ? ഇന്നുണ്ടാകുന്ന അപകടങ്ങൾക്ക് അത് തടസ്സമാകുമോ? അപ്പോൾ അദ്ദേഹം ഈ സമ്മർദ്ദം സഹിക്കവയ്യാതെ അദ്ദേഹം ചെയ്യാവുന്നതിൻ്റെ അപ്പുറം പരിധി കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്തു. പക്ഷെ പറഞ്ഞപ്പോൾ മുൻപിൻ നോക്കാതെ ഇത് ചെയ്തില്ലെങ്കിൽ താൻ അവഹേളിക്കപ്പെടും എന്ന് നവീൻ ബാബുവിനോടും അവിടെ കൂടിയിരിക്കുന്ന സദസ്സിനോടും പറയാനുള്ള അധികാരവുമാണ് അവിടെ കണ്ടത്. പക്ഷെ അതിൻ്റെ പിറകിൽ, ദിവ്യയെ കൊണ്ട് പറയിപ്പിച്ചതിൻ്റെ പിറകിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു പമ്പിൻ്റെ ചിക്കിലിയോ ഇതോ മാത്രമൊന്നുമല്ല. ഇത് ഇവിടുത്തെ ഭരണം നടക്കുന്ന ഒരു രീതിയാണ്. ആ രീതി അനാവരണം ചെയ്യപ്പെടുകയും പുറത്തു വരികയും ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് പേരെ അപമാനിക്കപ്പെടും. എല്ലാവരും ആത്മഹത്യ ചെയ്തോളണമെന്നില്ല. ഒരുപാട് പേർ അപമാനിക്കപ്പെട്ട് സത്യസന്ധമായി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവിടെ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു ആവശ്യവും കൂടിയാണ് ഈ അന്വേഷണം യഥാർത്ഥത്തിൽ CBIക്ക് വിടേണ്ടത്. ശരി, CBI അന്വേഷണത്തെ സർക്കാർ എന്തായാലും കോടതിയിൽ എതിർത്തിരിക്കുകയാണ്. കോടതിയിൽ നിന്നൊരു തീരുമാനം വരേണ്ടതുണ്ട്. കോടതിയിൽ നിന്ന് CBI അന്വേഷണത്തിന് അനുകൂലമായ നിലപാട് വരികയാണെങ്കിൽ സർക്കാരിന് വേണമെങ്കിൽ ഹയർകോർട്ടിലേക്ക് പോകാം, സർക്കാരിന് വേണമെങ്കിൽ സുപ്രീം കോടതി വരെ പോകാം. പക്ഷെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇത് ജനം കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.